അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നരിവേട്ട എന്ന ചിത്രം, നരിവേട്ട, ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ, അതുപോലെ പടക്കളം, പ്രിൻസ്, ഈ ചിത്രങ്ങളെല്ലാം തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. സാമാന്യം ഭേദപ്പെട്ട കളക്ഷനിലൂടെ മുന്നേറിയ ചിത്രങ്ങളെല്ലാം തന്നെ ഇപ്പം മഴ ഒരു വലിയൊരു പ്രശ്നമായിട്ട് മാറിയിട്ടുണ്ട് എന്ന് തന്നെ പ്രതീക്ഷിക്കാം. കാരണം 7ാമത്തെ ദിവസം കഴിയുമ്പോൾ 6ാമത്തെ ദിവസം തന്നെ ഒരാഴ്ച പിന്നിടുന്നതിന് മുമ്പ് നരിവേട്ടയെ പോലുള്ളൊരു നല്ല ചിത്രം 1 കോടി രൂപയ്ക്ക് താഴെയുള്ള കളക്ഷനിലേക്ക് എത്തുന്നു എന്നുള്ളത് നിരാശാജനകമായ കാര്യമാണ്. നരിവേട്ട മികച്ച അഭിപ്രായങ്ങളും എല്ലാം കൊണ്ടും ഒരു മികച്ച ചിത്രമെന്ന് പേര് കേട്ട ഒരു ചിത്രമാണ്. ടൊവിനോയുടെ കരിയറിലെ മികച്ച മഴക്കാലത്ത് തിയേറ്ററിൽ പോകാനുള്ള മടി അത് ഈ ചിത്രത്തെ ബാധിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഇത് മികച്ച കളക്ഷൻ ഉണ്ടാകട്ടെ എന്ന് കളക്ഷനൊക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അത് തന്നെയാണ്. നരിവേട്ട ഇന്നലെ കളക്ട് ചെയ്ത് ഏകദേശം 82 ലക്ഷം രൂപയാണ്. എനിക്ക് തോന്നുന്നു മഴയൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഈ ചിത്രം 1.5 കോടിക്ക് മുകളിലെങ്കിലും കളക്ട് ചെയ്യേണ്ടതാണ്. പക്ഷേ ഇന്നലെ 82 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്ത്. അങ്ങനെ 9,87,00,000 എത്തുന്നു എന്നുള്ളതാണ്. ഇന്ത്യ ഗ്രോഫായിട്ട് ഈ ചിത്രം കാണിക്കുന്നത് 10,45,00,000 രൂപയാണ്. ഓർഫീഫായിട്ട് 7,05,00,000 രൂപയും ഈ ചിത്രം കാണിക്കുന്നുണ്ട്. അങ്ങനെ 17,50,00,000 ഈ ചിത്രം എത്തുന്നു എന്നുള്ളതാണ്. പക്ഷേ ആദ്യത്തെ ഒരാഴ്ച പിന്നിടുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കളക്ഷൻ നമ്മൾ പ്രതീക്ഷിച്ച ഒരു ചിത്രത്തിന് കിട്ടേണ്ട, വളരെ പോസിറ്റീവായിട്ട് അഭിപ്രായം നേടിയ ഒരു ചിത്രത്തിന് കിട്ടേണ്ട കളക്ഷൻ അല്ല ഇത് കിട്ടും. എനിക്ക് തോന്നുന്നു അങ്ങനെയെങ്കിൽ 25 കോടിയൊക്കെ കടക്കാനുള്ള സാധ്യതയുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. കാരണം 17.5 കോടി മാത്രമേ ഉള്ളൂ. നമ്മൾ 50 കോടിയൊക്കെ പ്രതീക്ഷിച്ചാണ് അത്. പക്ഷേ എവിടം വരെ ചെന്ന് നിൽക്കുമെന്ന് ഇപ്പം എനിക്ക് സംശയമുണ്ട്. കാരണം 50 കോടി എത്തുമോ ഇല്ലയോ എന്നുള്ളതാണ് സംശയത്തിന് കാരണം കളക്ഷൻ വളരെയധികം കുറവ് കാണുന്നു. 82 ലക്ഷമൊക്കെ എത്തിയിരിക്കുന്നു. ഇനി ശനി ഞായർ അവധി ദിവസങ്ങൾ എങ്ങനെ ഈ ചിത്രം നേടും എന്നതിനെ ആശ്രയിച്ചിരിക്കും ഇതിൻ്റെ കളക്ഷൻ്റെ വർധനവ്. അപ്പോൾ അത് മികച്ചൊരു വിജയമായി മാറട്ടെ എന്ന് തന്നെ നമുക്ക് പറയാം. അല്ലാതെ ഇപ്പം ചെയ്യാൻ പറ്റില്ലേ? മഴയാണ്, പ്രകൃതിയുടെ പ്രശ്നമാണ്, അതൊന്നും നമുക്ക്. പക്ഷേ അടുത്ത ആഴ്ച പെരുന്നാൾ വരുന്നുണ്ട്. അതെല്ലാം കൊണ്ടും ചിത്രം മികച്ച രീതിയിൽ തന്നെ 50 കോടിക്ക് മുകളിൽ നേടാൻ പറ്റട്ടെ എന്ന് തന്നെ നമുക്ക് ആശംസിക്കാം. മറ്റൊരു ചിത്രമായിരുന്നു ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ. 7ാമത്തെ ദിവസം പിന്നിടുന്നു. ഇന്നലെ 22 ലക്ഷം രൂപയാണ് ഈ ചിത്രം നേടിയത്. അങ്ങനെ 3,59,00,000 എത്തുന്നു. ഇന്ത്യ ഗ്രോഫായിട്ട് ഈ ചിത്രം കാണിക്കുന്നത് 4,02,00,000 രൂപയാണ്. എനിക്ക് തോന്നുന്നു വേൾഡ് വൈഡ് ഓർഫീഫ് കളക്ഷൻ ഒന്നും ഇതിൻ്റെ പുറത്ത് വന്നിട്ടില്ല. വേൾഡ് വൈഡായിട്ട് ഈ ചിത്രം ഒരുപക്ഷെ 5 കോടിക്ക് മുകളിൽ 5-5.5 കോടിയെങ്കിലും നേടി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ശ്രീനിവാസൻ്റെ കരിയറിലെ വളരെ നാളിന് ശേഷമാണ് ഇങ്ങനെ കോടികളിലേക്ക് കഥ പറയുന്ന ചിത്രം വരുന്നത്. അതുമല്ല, ഒരാഴ്ച പിന്നിടുന്ന ചിത്രങ്ങൾ തന്നെ ഇപ്പോൾ അപൂർവമായിട്ടായിരുന്നു ഞാനിൻ്റെ കരിയറിൽ. അത് തന്നെ ഈ ഉജ്ജ്വലൻ എന്ന് പറയുന്ന കഥാപാത്രത്തിലൂടെ മാറുന്നു. അത് തന്നെ വലിയൊരു വിജയമാണ്. പക്ഷേ ഞാൻ പറഞ്ഞപ്പോൾ മഴ ഈ ചിത്രത്തെയും ബാധിച്ചിട്ടുണ്ടെന്ന് കളക്ഷൻ പരിശോധിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുകയും ചെയ്യും. മറ്റൊരു ചിത്രമാണ് നമ്മുടെ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന ദിലീപ് ചിത്രം. ഇത് ഇന്ത്യയിൽ നിന്ന് നേടിയിരിക്കുന്ന 16,63,00,000 രൂപയാണ് ഇന്ത്യ ഗ്രോഫായിട്ട് കാണിക്കുന്നത്. ഓവർഫീസ് 6,62,00,000 എത്തുന്നു. അങ്ങനെ 23,25,00,000 രൂപയാണ് ഈ ചിത്രം നേടിയിരിക്കുന്നത്. ഇന്നലെ 21ാമത്തെ ദിവസം ഈ ചിത്രം നേടിയത് 22 ലക്ഷം രൂപ. 20 ലക്ഷത്തിന് മുകളിൽ 22 ലക്ഷം രൂപയോളം കളക്ട് ചെയ്തു എന്നാണ് അറിയാൻ പറ്റുന്നത്. അങ്ങനെ 4,40,00,000 ഈ ചിത്രത്തിൻ്റെ കളക്ഷൻ എത്തിയെന്നും അറിയാം. അപ്പം വേൾഡ് വൈഡായിട്ട് 23,25,00,000. അപ്പോൾ ഒരു മികച്ച വിജയമായി മാറുന്നു എന്ന് തന്നെ നമുക്ക് ഈ ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ചിത്രമാണ് പടക്കളവും ഒരു വിജയ ചിത്രമായി മാറിയിട്ടുണ്ട്. ഇന്ത്യ ഗ്രോഫായിട്ട് ഈ ചിത്രം കാണിക്കുന്നത് 16,31,00,000 പക്ഷേ ഇതിൻ്റെ ഓഫീസ് കളക്ഷൻ ഒന്നും പുറത്ത് വന്നിട്ടില്ല. വേൾഡ് വൈഡ് കളക്ഷനായിട്ട് കൃത്യമായിട്ട് പുറത്ത് വന്നിട്ടില്ല. എന്നാലും ഒരു 17.5-18 കോടിയെങ്കിലും ഈ ചിത്രം നേടി കാണും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. പിന്നെ നിരവധി ചിത്രങ്ങൾ, ആസാദി മുതൽ നിരവധി ചിത്രങ്ങളുണ്ട്. അതിൻ്റെ ഒന്നും കളക്ഷൻ ഒന്നും കൂടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ചെറിയ വർധനവ് മാത്രമേ എല്ലാ ചിത്രങ്ങളും നേടുന്നു. ആസാദി, കുഞ്ഞൂട്ടൻ, മിസ്റ്റർ ആൻഡ് മിസ്സിസ്, ബാച്ചിലർ, UK OK എന്നീ നിരവധി ചിത്രങ്ങളുണ്ടായിരുന്നു. ലൗലി, സംശയം എന്നീ ചിത്രങ്ങൾക്കെല്ലാം കളക്ഷനിൽ ചെറിയ വർധനവ് മാത്രമേ നേരിടാൻ പറ്റിയിട്ടുള്ളൂ. അത്
മഴ ഒരു വലിയൊരു പ്രശ്നമായി മാറി, തിയേറ്ററിലെ ചിത്രങ്ങളുടെ ആധിക്യം ഒരു പ്രശ്നമായി മാറി. ഇതൊക്കെ തന്നെയാണ് പ്രശ്നങ്ങൾ, എല്ലാം പ്രശ്നങ്ങളല്ലേ. അപ്പം വരും ദിവസങ്ങളിൽ കാലാവസ്ഥയാണ് ഒരു വലിയ ഘടകമായി മാറുന്നത് എന്ന് തന്നെ തോന്നുന്നു. കാരണം കാലാവസ്ഥ നമുക്ക് അനുകൂലമെങ്കിൽ ഈ ചിത്രങ്ങൾ, നരിവേട്ട മുതലുള്ള ചിത്രങ്ങളെല്ലാം തന്നെ ഒരു കോടിക്ക് മുകളിൽ ഇപ്പോഴും നേടാൻ കഴിവുള്ള ചിത്രം തന്നെയാണ് നരിവേട്ട. ഉജ്ജ്വലനായാലും നരിവേട്ടയായാലും പ്രിൻസ് ആയാലും പടക്കളമായാലും എല്ലാം ഇതിലും മികച്ച വിജയം തിയേറ്ററിൽ നിന്ന് നേടാൻ കഴിവുള്ള ചിത്രങ്ങൾ തന്നെയാണ്. പ്രത്യേകിച്ച് നരിവേട്ടയും ഉജ്ജ്വലനും. കാരണം ആ ചിത്രങ്ങൾ വന്ന് 2-3 ദിവസം കഴിഞ്ഞപ്പോഴാണ് മഴ തുടങ്ങിയത്. അപ്പോൾ അതിൻ്റെ പ്രിൻസുമൊക്കെ ഏകദേശം തിയേറ്ററിൽ നിന്ന് ഒരുമാതിരി കണക്ട് ചെയ്തതിന് ശേഷമാണ് മഴ അതിന് പ്രശ്നമുണ്ടായത്. പക്ഷേ ഉജ്ജ്വലനും നരിവേട്ടയ്ക്കും മഴയൊരു പ്രശ്നമായി മാറി. മഴയൊക്കെ മാറാൻ നമുക്ക് പറയാൻ പറ്റത്തില്ല, പ്രകൃതിയുടെ കാര്യമാണ്. അപ്പം ചിത്രം മികച്ച രീതിയിൽ കളക്ട് ചെയ്ത് മുന്നോട്ട് പോകട്ടെ എന്ന് നമുക്ക് ആശംസിക്കുന്നു. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാനെത്താം. ഓക്കെ, ബൈ.